ഹലോ, ഡോക്ടർ രോഹിത് രവീന്ദ്രൻ. ഡോക്ടർ ഫിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മളെ വളരെയധികം അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നത്തിന്റെ പരിഹാരം എളുപ്പത്തിൽ എങ്ങനെ സാധ്യമാക്കാം എന്നാണ്. നമുക്കറിയാം, നമ്മൾ വളരെ കൺസേൺ ആണ് നമ്മുടെ മുഖത്തെ പറ്റി, നമ്മുടെ മുഖ സൗന്ദര്യത്തെ പറ്റി. കാരണം അതാണ് നമ്മളെ ആൾക്കാർ ഐഡന്റിഫൈ ചെയ്യുന്ന ഭാഗം, അതാണ് നമുക്ക് കോൺഫിഡൻസ് നൽകുന്ന ഭാഗം. അപ്പൊ അവിടെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മുടെ കോൺഫിഡൻസിനെ, നമ്മുടെ പ്രവർത്തനങ്ങളെയൊക്കെ വളരെയധികം ബാധിക്കും. അപ്പൊ മുഖക്കുരുകൾ അതിന് വലിയൊരു വെല്ലുവിളിയാണ്. നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കുന്ന പ്രധാന പ്രശ്നമാണ് മുഖക്കുരു. മുഖക്കുരു മാത്രമല്ല, മുഖക്കുരു വന്നു പോയാൽ അവിടെ കുഴികളാവും, പാടുകളാവും. ഇതൊക്കെ നമ്മുടെ കോൺഫിഡൻസിനെയും നമ്മളെ കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇൻഫീരിയോറിറ്റി തോന്നുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രധാന ലക്ഷണമാണ് ഒരു പ്രധാന കാരണമാണ് മുഖക്കുരുകൾ. അപ്പൊ ഇതിനുള്ള പരിഹാരം എന്താ? എങ്ങനെയാണ് ഈ കുഴികൾ, ഈ മുഖക്കുരു മൂലമുണ്ടായ കുഴികൾ എങ്ങനെ കളയാം? നമ്മുടെ സ്കിന്നിന്റെ ടെക്സ്ചർ എങ്ങനെ കുറച്ചും കൂടി മെച്ചപ്പെടുത്താം എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അതിനുള്ളൊരു പ്രൊസീജിയറാണ് മൈക്രോ നീഡലിംഗ്. ആ പേരിൽ തന്നെ ഉണ്ട്, മൈക്രോ, ചെറുത്. അപ്പൊ മൈക്രോ നീഡലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഡെർമാ പെൻ എന്ന് പറയുന്ന ഒരു മിഷ്യൻ ഉണ്ട്. ഡെർമാ പെൻ എന്ന് പറയുന്ന ഒരു മിഷ്യൻ ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മുടെ മുഖത്ത് എന്ത് ചെയ്യാണ്, വളരെ ചെറിയ മുറികൾ ഉണ്ടാക്കുന്നു. വളരെ നാനോ വൂൺസ് ഈ നീഡിലാണ്, ഇതൊരു ചെറിയ നീഡിൽ പോലത്തെ ഒരുപാട് നീഡിലുകൾ ചേർന്ന ഒരു മിഷ്യനാണ്. അത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ മുഖത്തൊക്കെ ഈ ആക്നെ സ്കാറുകൾ വന്നിട്ട് ഉണ്ടായ കുഴികൾ ഉണ്ടായ സ്ഥലത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, വളരെ ചെറിയ മുറികൾ ഉണ്ടാക്കണം, വളരെ ചെറിയ നാനോ വൂൺസ് ഉണ്ടാക്കണം. ഇങ്ങനെ നാനോ വൂൺസ് ഉണ്ടാക്കുമ്പോൾ അവിടേക്ക് ബ്ലഡ് സപ്ലൈ കൂടുകയും അവിടേക്ക് കൂടുതൽ ബ്ലഡ് വെസൽസ് ഉണ്ടാവുകയും അത് ആ ടിഷ്യൂവിന്റെ റീജനറേഷൻ വീണ്ടും ഉണ്ടാവാൻ കാരണമാവും. നമുക്കറിയാം, നമ്മൾ ജനിച്ചപ്പോൾ നമ്മുടെ മുഖത്ത് കുഴികളോ പാടുകളോ ഒന്നുമില്ല. നമ്മുടെ ശരീരത്തിന്റെ മെമ്മറിയിലും കുഴികളോ പാടുകളോ ഒന്നുമില്ലാത്ത ഒരു സ്കിന്നാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് മൂലം, മൈക്രോ നീഡലിംഗ് ചെയ്യുന്നത് മൂലം ബോഡി പഴയ രീതിയിലേക്ക്, എങ്ങനെയാണോ നമ്മൾ ജനിച്ചപ്പോൾ നമ്മുടെ സ്കിൻ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ആ സ്കിന്നിനെ റീജനറേറ്റ് ചെയ്യാൻ സഹായിക്കും. ഇത് ഈ പ്രൊസീജിയറാണ് മൈക്രോ നീഡലിംഗ്. ഇത് ചെയ്യുന്നത് മൂലം എന്ത് ചെയ്യും, അവിടുത്തെ കൊളാജൻ എന്ന് പറയുന്ന കൊളാജന്റെ സിന്തസിസ് കൂടുകയും ഇത് സ്കിന്നിന് കൂടുതൽ ടെക്സ്ചർ കൂട്ടുകയും സ്കിന്ന് കൂടുതൽ ഷൈനി ആവുകയും ഒക്കെ ചെയ്യും. മാത്രമല്ല, ഈ ചുളിവുകൾ ഉണ്ടെങ്കിൽ, മുഖത്തെ ചുളിവുകൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഈ മൈക്രോ നീഡലിംഗ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കുറഞ്ഞു കിട്ടും. അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാവും, മുഖത്ത് മുറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേദനിക്കില്ലേ? ഓക്കെ, മുഖത്ത് മുറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേദനിക്കില്ല. കാരണം എന്താ വെച്ചാല്, നമ്മൾ അതിന്റെ മുന്നേ, ഈ പ്രൊസീജിയർ ചെയ്യുന്നതിന്റെ മുന്നേ നമ്മളൊരു 3/4 മണിക്കൂറോളം ഒരു അനസ്തെറ്റിക് സൊല്യൂഷൻ നമ്മളെ മുഖത്ത് ഒഴിക്കും. അങ്ങനെ 3/4 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തെ ആ സ്കിന്ന്, അല്ലെങ്കിൽ മുഖത്തെ ആ സ്കിന്നിന്റെ പാളി പൂർണ്ണമായി തരിച്ചു പോവുകയും നമ്മൾ മൈക്രോ നീഡലിംഗ് പ്രൊസീജിയർ ചെയ്യുമ്പോൾ പെയിൻ പെടാതിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് മൂലം നമ്മുടെ സ്കിൻ ടെക്സ്ചർ നന്നാവും, നമ്മുടെ സ്കിന്നിന്റെ കളർ കൂടും. പിന്നെ സ്കിന്ന് സാഗിങ് ഒക്കെ ഉണ്ടെങ്കിൽ, ചെറിയ സാഗിങ് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഈ കൊളാജൻ പ്രൊഡക്ഷൻ കൂടുമ്പോൾ വീണ്ടും അത് സ്ട്രക്ചറായി സ്റ്റേബിളായി നല്ല ഭംഗിയിലുള്ള ഒരു മുഖം കിട്ടാൻ സാധ്യമാണ് ഈ പ്രൊസീജിയർ വഴി. ഇതിനോട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും മുഖത്ത് കുഴികളുണ്ട്, ആക്നെ വന്നിട്ട് സ്കാറുകളുണ്ട്, കുഴികളുണ്ട്, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും വൂണ്ട് വന്നിട്ട് കുഴികളുണ്ട്, ഇതൊക്കെ നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് അതിന് വേണ്ട നിർദ്ദേശങ്ങൾ, എങ്ങനെയാണ് ഇത് ചെയ്യാൻ കഴിയുക, ഇത് ചെയ്യുമ്പോൾ എടുക്കേണ്ട പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. കാരണം ഈ പ്രൊസീജിയർ കഴിഞ്ഞ പാടെ നമ്മൾ പുറത്ത് ബൈക്കിലൊന്നും പോകാൻ പാടില്ല. കാരണം എന്താ, ഇത് നമ്മൾ മുഖത്ത് വൂണ്ടുണ്ടാക്കിയിരിക്കുകയാണ്. അപ്പൊ അതിലേക്ക് പൊടി വന്നാൽ അത് ഇൻഫെക്ഷൻ ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ പ്രൊസീജിയർ ചെയ്യുകയാണെങ്കിൽ തന്നെ എന്ത് പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത്, എങ്ങനെയുള്ള ഡയറ്റ് ആണ് കഴിക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് പറഞ്ഞു തരാൻ കഴിയും. അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മൊത്തം കാണുക, ഇതിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക. ബാക്കി എന്തെങ്കിലും നിങ്ങൾക്ക് ഇന്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ മൈക്രോ നീഡലിംഗ് എന്താണെന്നൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. എന്ത് ഇൻഫർമേഷൻ, എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. ഫ്രണ്ട്സിനും ഈ മുഖക്കുരു പോലെ അല്ലെങ്കിൽ മുറികളൊക്കെ ഉള്ള പാടുകൾ അനുഭവപ്പെടുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.